ഹായ്, നമ്മുടെ സ്ഥാപനത്തിൽ പോഡ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾ മീൻസ് ബിസിനസ്സുകാരായ ഞങ്ങളുടെ കുട്ടികൾ. അവരിൽ വലിയൊരു വിഭാഗം ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്, അതുപോലെ സർവീസ് സെൻറ്റേഴ്സ് നടത്തുന്നവർ, സലൂൺ, ബ്യൂട്ടി പാർലേഴ്സ് അതൊക്കെ നടത്തുന്നവരുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണത്. അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സൂം മീറ്റിങ്ങിലൂടെ ഞങ്ങൾ സ്റ്റുഡൻസ് നൽകാറുണ്ട്. ഇപ്പോൾ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരിൽ പലരും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് വരുന്നത്. പക്ഷേ അവർ ചെയ്യാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സിന് ഡെവലപ്മെൻറ്റിന് വളരെയേറെ സഹായകരമാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ പലരോടും പേഴ്സണലി ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീട് നമ്മുടെ കൊച്ചി എറണാകുളത്തെ ലുലുമാൾ, എടപ്പള്ളി ലുലുമാളിൻ്റെ വളരെ അടുത്താണ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ എങ്ങനെ വന്നാലും ആഴ്ചയിൽ 1-2 ദിവസം അവിടെ പോകാറുണ്ട്. ലുലു മാളിലെ ആദ്യത്തെ 3 ഫ്ലോർ ആദ്യം ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ലുലു ഫാഷൻ, അതിൻ്റെ മേലെ ലുലു കണക്റ്റ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് കയറി നമ്മളൊരു ബിസ്ക്കറ്റ്, ഒരു സിംഗിൾ ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിച്ചിട്ട് ബില്ലിങ്ങിലേക്ക് പോയാൽ ബില്ല് ചെയ്തതിന് മുമ്പായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. അത് തന്നെയാണ് തൊട്ട് മുകളിലെ ഫ്ലോറിൽ ലുലു ഫാഷൻസിൽ പോയാലും അതിൻ്റെ മുകളിൽ ലുലു കണക്റ്റിൽ പോയാലും അങ്ങനെ തന്നെ. ഞാൻ കുറേ കാലമായിട്ട് ഇത് ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാണ് അവരിത് വാങ്ങിക്കുന്നത്? അവർക്ക് അവരുടെ ഓരോ കസ്റ്റമറുടെയും കോണ്ടാക്റ്റ് ആവശ്യമാണ്. ലുലുവിൻ്റെ മുതലാളിക്ക് ലോകമെമ്പാടും എത്രയോ 100-ന് മേലോ 200-നടുത്തൊക്കെ സൂപ്പർ മാർക്കറ്റ് മാൾസ് ഉണ്ട്. പക്ഷേ ഈച്ച് ആൻഡ് എവറി കസ്റ്റമറുടെ ഫോൺ നമ്പർ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്, അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസായ ഈ പറഞ്ഞ 3 വിഭാഗക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളങ്ങനെ ഫോൺ നമ്പർ കളക്ട് ചെയ്യാറുണ്ടോ? എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ 2 ഗ്രോസറി ഷോപ്സ് ഉണ്ട്. ഈ 2 ഷോപ്പുകാർക്കും എൻ്റെ ഫോൺ നമ്പർ അറിയില്ല. കാണുമ്പോൾ ചിരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ കടയിൽ വരുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർ ഫോൺ നമ്പർ ചോദിച്ച് ഞാൻ കൊടുക്കില്ലേ? അവർ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ വലിയൊരു മാർക്കറ്റിംഗ് സൂത്രം അടങ്ങിയിട്ടുണ്ട്. ഫോൺ നമ്പേഴ്സ് ചോദിക്കുക, ഒരു വിസിറ്റേഴ്സ് ബുക്ക് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളോട് നമ്പർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ലേ? അതുപോലെ ഞാൻ സ്ഥിരമായിട്ട് മുടി വെട്ടാൻ പോകുന്ന ഷോപ്പുണ്ട് വീടിനടുത്ത്. ചിലപ്പോൾ അവിടെ തിരക്കാണെങ്കിൽ കുറച്ച് മാറി വേറൊരു ഷോപ്പിൽ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഞാൻ പറഞ്ഞ കാര്യം താഴെ ട്രിം ചെയ്യുകയോ മുടി വെട്ടോ വെച്ചിട്ട് അങ്ങോട്ട് വിടും. ഫോൺ നമ്പർ എൻ്റെ കളക്ട് ചെയ്യുന്നില്ല. അതുപോലെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഒക്കെ റിപ്പയർ ചെയ്യാൻ പോകുന്ന സ്ഥാപനങ്ങളിലും ആരും തന്നെ നമ്പർ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറില്ല. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മാർക്കറ്റിംഗ് ടിപ്പാണ്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാം കോണ്ടാക്ട് നമ്പർ കളക്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഷോപ്പിൽ വൺസ് വന്നിട്ടുള്ള ഒരാളുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ കയ്യിൽ വേണം, വാട്സപ്പ് നമ്പർ വേണം. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഇട്ടിട്ട് വാട്സപ്പിൽ അയക്കുക, അല്ലെങ്കിൽ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേക്കും ഒരു ഗ്രീറ്റിങ്സ് അയക്കുക. ഇത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. 5 പൈസ ചിലവില്ല ഇതിന്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗ്രോസറി ഷോപ്പിൽ ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ വലിയ എമൗണ്ടിൻ്റെ പർച്ചേസ് ചെയ്യാറുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു ഓഫർ ഇട്ടുകൂടെ, 3000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ ഇന്ന സംഭവം ഫ്രീ. നമ്മൾ ചെല്ലും. വലിയ മുതലാളിമാർ അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ കല്യാണ സിൽക്സിലോ ജയലക്ഷ്മിയിലോ ഒക്കെ പോകുമ്പോൾ അത് ചെയ്യാറുണ്ട്. ആ വലിയ ബിസിനസ്സുകാർക്ക് പോലും അത് വേണം. പക്ഷേ ചെറുകിട ബിസിനസ്സുകാർക്ക് അത് വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു കഷ്ടമാണ് അത്. അതുപോലെ സോഷ്യൽ മീഡിയ പ്രധാനമായിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ, മെറ്റയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ പരസ്യം ചെയ്യാനായിട്ട് അല്പം പഠിക്കേണ്ടതുണ്ട്. ഡെമോഗ്രഫി, ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അത് പഠിപ്പിക്കണ്ടല്ലോ. അതെന്താ ഈ പറഞ്ഞ പോലെ നമ്പർ കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യാത്തത്? ഇനി യൂട്യൂബിലൊരു വീഡിയോ
ചെയ്തിടാനായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പഠിക്കണ്ടല്ലോ? അതെന്താ ചെയ്യാത്തത്? നമ്മളുടെ അറിവ് ഒരു ഷോപ്പ് ഓണർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾ എന്ന നിലയിൽ നമ്മുടെ അറിവുണ്ടല്ലോ, ആ അറിവ് കസ്റ്റമർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ആ അറിവ് കസ്റ്റമർക്ക് നമ്മുടെ ചെറിയ ചെറിയ യൂട്യൂബ് വീഡിയോകളിലൂടെ നൽകാം. ഇതാ ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തുകൂടെ? ഇപ്പോൾ മൊബൈൽ ഫോൺ സർവീസ് നടത്തുന്ന ആളുകൾ ഒരുപാട് ഇൻഫർമേഷൻസ് ജനങ്ങളോട് പറയാൻ അവർക്കില്ലേ? ഈ അടുത്തൊരു സംഭവം ഉണ്ടായത്, മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഒരു അപകടം ഉണ്ടായി, ഒരു കുഞ്ഞിന് അപകടം ഉണ്ടായി. പഴയ പാട്ട മൊബൈൽ ഫോൺ പാരൻസ് ഉപേക്ഷിച്ചത് കൊച്ചിന് കളിയാൻ കൊടുത്തു. കൊച്ചതുകൊണ്ട് കളിച്ചു, പുതപ്പിൻ്റെ അടിയിൽ വെച്ച് ചൂടായി പൊട്ടിത്തെറിച്ചു. ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള അവയർനെസ് വീഡിയോസ് ഒരു മൊബൈൽ ഫോൺ സർവീസുകാരന് ചെയ്തുകൂടെ? ഇനി ബ്യൂട്ടി പാർലർ നടത്തുന്ന ആൾക്കാർക്ക് സ്ഥാനീയ വീട്ടിൽ ചെയ്യാവുന്ന നല്ല ഫേസ് മസാജ് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അയച്ചുകൂടെ? അതുപോലെ ഷോപ്പ് ഓണേഴ്സിന് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വാട്സപ്പിൽ അയച്ചുകൂടെ? അതിന് വാട്സപ്പ് നമ്പർ ആദ്യം കളക്ട് ചെയ്യണം. യൂട്യൂബിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക, അതിന് ലിങ്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. നമ്മൾക്ക് അറിയുന്ന ആളുകളുടെ വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും കാണും. ഇത് തന്നെ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ പോലും നിങ്ങളുടെ ബിസിനസ്സിൽ 30% ഗ്രോത്ത് ഉണ്ടാകും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അറിവ് അതിന് വലിയ വിലയാണ്. നല്ലൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ യാത്രാ വീഡിയോസ് ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പോയി അദ്ദേഹം ഷൂട്ട് ചെയ്ത് അവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോസ്. പക്ഷേ അതിനേക്കാളേറെ ജനപ്രീതി ലഭിച്ചിട്ടുള്ളത് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ എന്ന പേരിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സീരിയൽ പോലെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ്. അതിലെ ദൃശ്യങ്ങളൊന്നുമല്ല കാണിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഫിൻലാൻഡിൽ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ആ യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് മുതൽ അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഹോട്ടൽ റൂം എടുത്തു, അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, ഇതെല്ലാം പറയുന്ന വീഡിയോ. അതൊരുപാട് നോളജ് ആൾക്കാരിലേക്ക് പകർന്ന് നൽകുന്നതാണ്. സ്വന്തമായിട്ട് ഇനി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും ഒക്കെ അത്തരം വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. നോക്കൂ, നമ്മുടെ അറിവിനെ ആൾക്കാർ എന്തുമാത്രം സ്വീകരിക്കുന്നു എന്ന് നോക്കൂ. അപ്പം നമ്മൾ ഒരു ഷോപ്പ് ഓണർ എന്ന നിലയിൽ, ഒരു സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ നമ്മൾ ആർജിച്ച ആ അറിവ് നമ്മുടെ ലഭിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അതാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ്. ഇതൊക്കെ ചെയ്താൽ തന്നെ ബിസിനസ്സിന് വലിയൊരു ഉണർവുണ്ടാവും. അതിൻ്റെ ഒപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ചെയ്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവയിലെല്ലാം കൂടി നമ്മൾ ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൂപ്പർ സക്സസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഭംഗിയായിട്ട് കളക്ട് ചെയ്ത് എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാം, നിലവിലുള്ള കസ്റ്റമേഴ്സ് അവർ നമ്മുടെ ഷോപ്പിൽ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ? വേറെയും ഷോപ്പ്സ് ഇല്ലേ, പക്ഷെ നമ്മുടെ ഷോപ്പിൽ തന്നെ അവർ വരും. ആ രീതിയിൽ എങ്ങനെ നമുക്ക് അവരെ നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ട്രെയിനിങ് ഞങ്ങൾ സൂമിലൂടെ നൽകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഷോപ്പില്ല, ബുട്ടീക്കില്ല, സർവീസ് സെൻറ്റേഴ്സ് ഇല്ല. ഇതൊന്നുമില്ലാത്ത ഇതൊക്കെ ഉള്ള ആൾക്കാരെ അഡ്വൈസ് ചെയ്യുകയാണ് എന്ന് കരുതരുത്. ബിസിനസ്സിനൊരു നിയമമുണ്ട്. ആ നിയമമാണ് ഞാൻ പറഞ്ഞത്. അത് ലോകത്തിലെ എല്ലാ ബിസിനസ്സിനും ഒരേ നിയമമാണ്. ആ നിയമം നമ്മൾ പാലിക്കുക. നിയമത്തിനെതിരെ പോരാടിയാൽ ഒരിക്കലും ബിസിനസ് ഫീൽഡിൽ വിജയിക്കില്ല. വിജയികൾ കാണിച്ചു തന്നിട്ടുള്ള നിയമമാണത്. കോണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. അത് ചെയ്യുക. നമ്മുടെ കസ്റ്റമറുടെ നമ്പർ നമ്മുടെ കൈവശം വേണം. വലിയ മുതലാളിക്ക് പോലും അത് വേണം, വലിയ മുതലാളിമാർക്ക് വേണം. നമുക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഇത്ര വലിയൊരു മണ്ടത്തരമാണ്. അപ്പോൾ ഈ ഒരു തെറ്റ് എല്ലാവരും തിരുത്തും എന്ന പ്രത്യാശയോടെ വീഡിയോ നിർത്തുന്നു.